2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാമെന്ന UDF പ്രതീക്ഷ BJP പിടിക്കുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സംഭവിക്കുക. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചാൽ മൂന്നാമതും ഇടതുപക്ഷത്തിന് തന്നെയാണ് സാധ്യത ഏറുക. തുടർച്ചയായി രണ്ടാം തവണയും കേരളത്തിൽ ഭരണത്തിൽ വന്നത് സ്വാഭാവികമായും പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണവുമായിട്ടുണ്ട്. മുൻപൊരിക്കലും ഇങ്ങനെ തുടർച്ചയായി ഒരു മുന്നണിയും കേരളം ഭരിച്ച ചരിത്രമില്ലാത്തതും ഇത്തരമൊരു വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമാണ്. സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് തുടർച്ചയായി ഭരണത്തിലെത്തിയിരിക്കുന്ന രാജ്യത്തെ ഏത് സർക്കാരും നേരിടേണ്ടി വരുന്ന വെല്ലുവിളി തന്നെയാണിത്. കേരളത്തിലാകട്ടെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് മാധ്യമങ്ങൾക്കും ഉണ്ട്. ഇവിടെ വാർത്താ മാധ്യമങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയകളിലും കൃത്യമായ മേധാവിത്വമുള്ളത് ഇടതുപക്ഷ വിരുദ്ധർക്കാണ്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ വില്ലന്മാരായി ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുന്നതിൽ സോഷ്യൽ മീഡിയകൾക്കും വലിയ പങ്കുണ്ട്. അതായത് ഇനി വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഏറ്റുമുട്ടേണ്ടി വരിക മാധ്യമങ്ങളോട് തന്നെയായിരിക്കുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. നിറം പിടിപ്പിച്ച കഥകളും അതിനായി ഇനി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കണക്കിലെടുത്ത് മാത്രം ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാൻ ആർക്കും കഴിയില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ വിഷയങ്ങളിലും വിജയ പരാജയങ്ങൾ നിർണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ്. നിലമ്പൂരിലെ പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് തന്നെ PV അൻവർ ആയിരുന്നു. മാത്രമല്ല UDFന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ PV അൻവർ ഇടതുപക്ഷത്ത് എത്തിയപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്